സോ ഫൈനലി ഫ്രണ്ട്സ്, നമ്മൾ 36 മണിക്കൂറിന് ശേഷം ഈ കണ്ടിന്യൂസ് ട്രേഡ് ഹോൾഡ് ചെയ്ത് 36 മണിക്കൂറിന് ശേഷം നമ്മൾ പ്ലാൻ ചെയ്ത അതേ ട്രേഡ് അതിൻ്റെ ടാർഗറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ടാർഗറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ ഞാനിത് എൻലാർജ് ചെയ്ത് കാണിക്കാം. സോ ഇന്ന് ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത് ഇതിൻ്റെ ടാർഗറ്റ് മീറ്റ് ചെയ്തതിന് ശേഷം ഇതുണ്ടോ, പ്രൈസ് പിന്നെ താഴെ വന്ന് മുകളിലേക്ക് പോയി. സോ ഈച്ച് ഓഫ് ദ പോയിന്റ് ഞാനിത് ടാർഗറ്റ് നമുക്ക് വീഡിയോയുടെ ഇൻ ബിറ്റ്വീൻ ഞാൻ ഇൻട്രഡക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഇത് ഇട്ടാക്കാം. അപ്പോൾ ഇത് പറയുന്നത് 36 മണിക്കൂർ ശേഷം ട്രേഡ് ചെയ്തതിന് ശേഷം ഹോൾഡ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഈ ടാർഗറ്റിലേക്ക് എത്തുന്നത്. സോ എത്രയായിരുന്നു നമ്മുടെ ടാർഗറ്റ് ഇവിടെ നിന്ന് കൃത്യം ഇതുണ്ടോ, ടാർഗറ്റ് 233 പോയിന്റ്, ഇതാണ് 234 പോയിന്റോളം ഉണ്ട് നമ്മുടെ എക്സാക്ട് ടാർഗറ്റ് എൻട്രി പോയിന്റിൽ നിന്നും. പക്ഷേ എൻട്രി പോയിന്റിൽ നിന്നും കുറച്ചൊന്ന് താഴെ വന്നു. അതിനുശേഷം ഇത് 234 പോയിന്റ്. ഇറ്റ്സ് എ റിമാർക്കബിൾ അച്ചീവ്മെന്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇറ്റ്സ് എ ത്രില്ലിംഗ് ട്രേഡ് ആയിരുന്നു ഇത്. അതിനുശേഷം നമ്മൾ ആ പേഷ്യൻസോടുകൂടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന നല്ല റിസ്ക് റിവാർഡിൽ നമുക്ക് ചില ട്രേഡ്സ് നമുക്ക് ഇതുപോലെ ക്ലോസ് ഔട്ട് ചെയ്തായിട്ട്. അപ്പം നമ്മൾ നോക്കുന്നത്, നമ്മൾ സീറോ റിസ്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നോക്കുന്ന ലോങ് റൈഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് കിട്ടിയില്ല. പലപ്പോഴും നമുക്ക് സ്റ്റോപ്പ് ലോസ് പോകും, എങ്കിൽ പോലും ചില സമയങ്ങളിൽ നല്ല ഇത് കിട്ടും. ഇവിടെ ഒരു കൺസൾട്ടേഷൻ ഫേസ് വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ദിസ് വാസ് ആൻ എഞ്ചിനീയർഡ് ലിക്വിഡിറ്റി എന്ന് പറഞ്ഞിരുന്നു. എഞ്ചിനീയർഡ് ലിക്വിഡിറ്റിയുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ട്രിഗർ ബോത്ത് സൈഡ്സ്, രണ്ട് സൈഡിലേക്കും അതിൻ്റെ ടാർഗറ്റ് എത്തുന്നതിന് മുമ്പ് തന്നെ വരും. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഈ ഒരു നമ്മൾ മാർക്ക് ചെയ്തേക്കുന്ന ഏരിയ ടാർഗറ്റിൻ്റെ റീസണും ലോജിക്കും എല്ലാം ഈ വീഡിയോയുടെ കണ്ടിന്യൂസ് റെക്കോർഡിങ്ങിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇതിൻ്റെ ഞാൻ എല്ലാം ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇവിടെ നോക്കി, നമ്മൾ എൻട്രി ഏരിയയിലേക്ക് മാർക്കറ്റ് എപ്പോഴാണ് വന്നേക്കുന്നതെന്ന് നോക്കി. അതിനുശേഷം താഴേക്ക് വന്ന് ഇവിടെ വന്ന് ഈവൻ നമ്മുടെ എൻട്രി ഏരിയ കോസ്റ്റ് ടു കോസ്റ്റിൻ്റെ ഏരിയ ജസ്റ്റ് അതിന് ഒരു 10-15 പോയിന്റ് മുകളിൽ ടാപ്പ് ചെയ്തിട്ട് മാർക്കറ്റ് വീണ്ടും റിവേഴ്സ് വന്ന് ഇമ്മീഡിയറ്റ്ലി വിത്ത് ഹെവി മൊമെൻറ്റം മുകളിൽ പോയി ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. അതിനുശേഷം വീണ്ടും മാർക്കറ്റ് സ്മോൾ കറക്ഷനിൽ വീണ്ടും മുകളിലേക്ക് പോകുന്നു. ദിസ് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാനിങ് ദ ട്രേഡ് വിത്ത് റൈറ്റ് ലോജിക്. സോ ഈ ഒരു ക്വാളിറ്റി എൻട്രി ലൈവ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്ത് കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ്സ് ഓൺലി ത്രൂ ട്രേഡിംഗ് സീക്രട്സ്. സോ കീപ്പ് ഓൺ വാച്ചിങ് ദ ചാനൽ, ലേൺ ദ ലോജിക് ആൻഡ് ഗെറ്റ് യുവർ കോൺഫിഡൻസ്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പം ഇതൊരു ത്രില്ലിംഗ് ട്രേഡ് ആയിരുന്നു. ഇത് ഇൻട്രൊഡക്ടറി പാർട്ട് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഞാനിത് ഈ ഒരു ക്ലിപ്പിംഗ് ഇടുന്നത്. ബിക്കോസ് ഇതിൻ്റെ ഫുൾ പ്രോസസ്സ് നമുക്ക് ടാർഗറ്റ് ഹിറ്റ് ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണിത്. ബിക്കോസ് ആ സമയത്ത് നമ്മൾ ഇതിൻ്റെ ഈ ഒരു ഫേസിലാണ് നമ്മൾ നിന്നുകൊണ്ടിരുന്നത്. ഇവിടം വരെ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ, അത് അത്രയും വരെ വന്നിട്ടുള്ളൂ. അതിന് ശേഷമുള്ള മാർക്കറ്റ് മൂവ്മെൻ്റ് ആണിത്. സോ ഹോൾഡിംഗ് ദ ട്രേഡ് വിത്ത് റൈറ്റ് ട്രേഡ് പ്ലാൻ ഗീവ്സ് യു കൺസിസ്റ്റൻസി ട്രേഡ്. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ നല്ലൊരു ടാർഗറ്റാണ്. ഇറ്റ് വാസ് എ റിമാർക്കബിൾ അച്ചീവ്മെൻറ്റ്. സോ ഇന്ന് സമയം ഇന്ത്യൻ ടൈം 2:14 AM 13 മാർച്ച്. ആക്ച്വലി USA ഇപ്പം 12 മാർച്ച് ഈവനിങ് സെഷൻ ട്രേഡ് ലൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഗ്ലോബൽ മാർക്കറ്റ് ഇവിടെ നോക്കുമ്പോൾ കാണാം, കണ്ടോ, ഇപ്പോൾ ക്ലോസ് ചെയ്തു മാർക്കറ്റ്. അപ്പോൾ ഈ ഒരു മാർക്കറ്റ് റണ്ണിങ് ആണ്. ഈ 267 പോയിന്റ് അപ്പായിട്ട് ക്ലോസ് ചെയ്തു മാർക്കറ്റ്. അപ്പോൾ ഇതാണ് ഇതിനകത്തെ കാര്യം. വെൽക്കം ഫ്രണ്ട്സ്, ഞാൻ സോബി. ട്രേഡിംഗ് സീക്രട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഒരു ലൈവ് ട്രേഡ് ചെയ്തു അതിനകത്ത് ഉണ്ടായേക്കുന്ന കുറേയധികം പ്രശ്നങ്ങളാണ്. സോ ലെറ്റ് സീ വാട്ട് ഇറ്റ് ഈസ് നൗ. ഇതാണ് നമ്മൾ ലൈവ് ട്രേഡ് എടുത്തത്. നാസ്ഡാക്കിലൊരു മിനി ഫ്യൂച്ചേഴ്സിൻ്റെ ട്രേഡ് എടുത്തിരിക്കുന്ന ഇതായിരുന്നു എൻട്രി ക്യാൻഡിൽ. ഞാനിവിടെ എൻട്രി ചെയ്തപ്പോൾ ഇവിടെ എൻട്രി മാർക്ക് ചെയ്തിരുന്നു. അപ്പം ഇത് എന്ത് ലോജിക്കിലാണ് നമ്മൾ ഈ ട്രേഡ് എടുത്തത്, അതാണല്ലോ നമുക്ക് അറിയണ്ടേ. സോ യു ഹാവ് ടു ഗെറ്റ് ദ സെയിം തോട്ട് പ്രോസസ് വാട്ട് ഐ ഹാവ്. അതാണ് എയിം, അല്ലേ, നമ്മളെ എയിം. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ കേട്ടുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഇത് ഞാൻ ഒത്തിരി ലെങ്തി ആക്കുന്നില്ല. വി വിൽ ക്വിക്ക്ലി ഫിനിഷ് ഇറ്റ്. ഓക്കെ, സിമ്പിൾ ലോജിക്ക്. ബിക്കോസ് ട്രേഡിംഗ് പ്രോസസ് ഈസ് സിമ്പിൾ. കോൺഫ്ലുവൻസസ് നമ്മുടെ മനസ്സിൽ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ആ ഉള്ള കോൺഫ്ലുവൻസസിനകത്ത് 50 കോൺഫ്ലുവൻസസ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ യു മേ ഗെറ്റ് 1 or 2, യു ടേക്ക് ദ ട്രേഡ്, അല്ലേ. ഇതാണ് നമ്മുടെ ഐഡിയ. സോ ഇത്ര മാത്രമുള്ള കാര്യം. സോ ഇവിടെ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഫസ്റ്റ് ലൈവ് പാർട്ടിൻ്റെ ഫസ്റ്റ് പാർട്ടാണിത്. സോ ഇവിടെ ഞാൻ കാണിക്കുമ്പോൾ ഇതുണ്ടോ, മാർക്കറ്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കറക്റ്റ് ഡേറ്റ് കാര്യങ്ങളെല്ലാം ഇവിടെ പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ നോക്കി, ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട് എൻട്രി ഡൺ എന്നും പറഞ്ഞുണ്ട്. ഉണ്ടോ, എൻട്രി ഡൺ സ്റ്റക്കായിപ്പോയി. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കി കണ്ടേ, അതിൻ്റെ സമയവും കാര്യങ്ങളും എല്ലാം എഴുതി കാണിക്കുന്നുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഫയൽ സൈസ് ഇച്ചിരി ബിഗാന്ന് തോന്നുന്നു. ഓക്കെ, അതിനുശേഷം ഈ മാർക്കറ്റ് ഇങ്ങനെ പോയി. അപ്പം ഇതാണ് ഈ ലൈവ് റെക്കോർഡ് ചെയ്ത് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പം ഇതാണ് മാർക്കറ്റിൻ്റെ കണ്ടീഷൻ ഇപ്പം. സോ ഇതൊരു എഞ്ചിനീയർഡ് ലിക്വിഡിറ്റി എന്ന് പറയും. ഈ കൺസെപ്റ്റ് ഞാൻ പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്തായിരിക്കും. സോ ഇവിടെ നോക്കിയത് മാർക്കറ്റ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ സൈഡ് വൈസ് ആയിപ്പോയി, കംപ്ലീറ്റ്ലി സൈഡ് വൈസ് മാർക്കറ്റ് ആയിപ്പോയി. സോ ബോത്ത് സൈഡ് ഇനിയിപ്പം
ഒരു ലിക്വിഡിറ്റി സീപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പ്രൈസ് ആക്ഷൻ വന്നതിന് ശേഷം അങ്ങോട്ട് പോകും. അപ്പോൾ ഇങ്ങനെ മാർക്കറ്റ് നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ട്രേഡ് ചെയ്യരുത്. ആക്ച്വലി അതാണ് കണ്ടീഷൻ. പക്ഷേ ഇവിടെ ഓൾറെഡി പൊസിഷൻ എടുത്തു പോയി. അപ്പോൾ ഞാനിനിയിപ്പം കോസ്റ്റ് നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. ഇതിന് മുമ്പിൽ ഒരു ട്രേഡ് ചെയ്ത് അത് ഫെയിലായിപ്പോയി. പക്ഷേ ഫെയിലായെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതും കോസ്റ്റ് ഈ ഒരു മൊമെൻറ്റത്തിൽ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തായിരുന്നു ഈ ഒരു ട്രേഡിൽ. അതിനുശേഷം ഇവിടെ വരെ മാർക്കറ്റ് വന്നു, പെട്ടെന്ന് തന്നെ മാർക്കറ്റ് താഴേക്ക് വന്നു. ഞാൻ ഉടനെ തന്നെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് പോയി. അപ്പോൾ അങ്ങനെയാണ് ഈ ട്രേഡ്. അപ്പോൾ രണ്ടാമത്തെ ട്രേഡാണിത്. രണ്ടാമത്തെ ട്രേഡ് എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും ഇതിൻ്റെ ലോജിക്ക് എന്ന് പറയുന്നത് ലെറ്റ്സ് ഷിഫ്റ്റ് ഇൻറ്റു 4 hour. സോ 4 hour ഞാൻ എപ്പോഴും പറയാറുണ്ട് ഈ 4 hourൽ എന്താണ് സംഭവം എന്നുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കി ഈ ലൈൻ ഇത് നമ്മുടെ ടാർഗറ്റ് ലൈനാണ്. അപ്പം മാർക്കറ്റ് ഇങ്ങനെ ഒരു കൺസിസ്റ്റന്റ് അപ്പ് ട്രെൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റ് ആണല്ലോ. അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോൾ ഒരു ക്ലിയർ സൈൻ ഓഫ് പുൾ ബാക്ക് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു അല്ലേ. അതാണ് ഈ ലൈൻ. ഇതുണ്ടോ ഈ ക്യാൻഡിൽ കണ്ടോ പുൾ ബാക്ക്. ഇത് ഓൾ ടൈം ഹൈയിലാണ് മാർക്കറ്റ് നിൽക്കുന്നതെന്ന് വിചാരിച്ചാണ് നമ്മൾ. എവിടെയാണ് നിൽക്കുന്നത് കണ്ടോ, അങ്ങനെ പോകും. അപ്പോൾ അവിടെ വരുമ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് എന്താണ്, ഇവിടെ ഒരു പുൾ ബാക്ക് 4 hours ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. സോ 4 hour പുൾ ബാക്കിൻ്റെ ലൈനിൽ നമ്മൾ ഒരു ലൈൻ വരച്ച് വെക്കുന്നു. അവിടെ വന്നു കഴിയുമ്പോഴത്തേനും നമുക്കൊരു മൊമെൻറ്റം ട്രേഡിംഗ് ആണ് പിന്നെ വരുന്നത്. അവിടെ പ്രൈസ് ആക്ഷൻ സിവിയർ പ്രൈസ് ആക്ഷൻ ആയിരിക്കും. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്താക്കുന്ന ഏരിയയിൽ പല പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോകും, നമ്മൾ എക്സിറ്റ് ചെയ്യത്തില്ല. അത് അവിടെ നോക്കിയിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മൾ പ്രൈസ് ആക്ഷൻ കറക്റ്റായിട്ട് കണ്ടതിന് ശേഷം മാത്രമേ എക്സിറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ മാർക്ക് ചെയ്ത ഏരിയയിൽ സ്റ്റോപ്പ് ലോസിൽ കൂടെ മാർക്കറ്റ് പോയെന്ന് ഓർത്തുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അപ്പം എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് നമുക്കറിയാലോ, എന്തുകൊണ്ടാണ് നമ്മൾ ആ ഒരു മൊമെൻറ്റത്തിൽ പാർട്ടിസിപ്പേറ്റ്. സോ ദിസ് ഈസ് എ പുൾ ബാക്ക് ലൈൻ. അപ്പോൾ ഈ പുൾ ബാക്ക് ലൈൻ നമ്മളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇവിടെ നിന്ന് നോക്കുമ്പം ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്ത ശേഷം മാർക്കറ്റ് ഇസ് കമ്മിങ് ഡൗൺ അല്ലേ. സോ കം ഡൗൺ എന്ന് പറയുമ്പോഴത്തേനും ഇവിടുത്തെ ആക്ടിവിറ്റി എന്താണ്, പുൾ ബാക്ക് ലൈനെ വന്ന് പ്രൈസ് സ്വീപ്പ് ചെയ്തു വീണ്ടും മുകളിലേക്ക് പോവുക അല്ലേ. അതിനുശേഷം നെക്സ്റ്റ് ക്യാൻഡിൽ വീണ്ടും ആ ഏരിയയിൽ തന്നെ വീണ്ടും പ്രൈസ് സ്വീപ്പ് ചെയ്യുന്നു. അതിനുശേഷം പ്രൈസ് മുകളിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ റെഡ് ലൈൻ താഴെ പോയി കുറേ നേരം ട്രേഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സ്റ്റോപ്പ് ലോസ് സ്വല്പം ബിഗ് ആയി പോകുന്നുള്ളൂ. എങ്കിൽ പോലും നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു മൊമെൻറ്റം എൻട്രിയിലാണ്. അതാണ്. സോ മൊമെൻറ്റം സ്ട്രാറ്റജിക്കാതെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ദ മാർക്കറ്റ് ഡയറക്ഷൻ, പുൾ ബാക്കിൽ എങ്ങനെ വരുന്നത്. സോ ഞാൻ അതിൻ്റെ ഡീറ്റെയിലിംഗിലേക്ക് കിടക്കുന്നില്ല. ആ വീഡിയോ പഴയ വീഡിയോകൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിടികിട്ടും എന്താണ് കാര്യം എന്ന്. നമ്മുടെ മുഴുവൻ വീഡിയോയും കാണാതെ ഒരു കാര്യം നടക്കില്ല. അപ്പം ഇതാണ് എൻ്റെ കാര്യം. അപ്പം ഇങ്ങനെ മാർക്കറ്റ് കണ്ടിന്യൂസ് ഡൗൺ സൈഡ് വരുമ്പോൾ ദിസ് ഈസ് ഓൾസോ ഇതൊരു പുൾ ബാക്ക് മിറ്റിഗേഷൻ മൂവ് എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ഡയറക്ഷൻ എന്താണ്, സോ ഇങ്ങനെ വരുന്നു ക്രിയേഷൻ ആൻഡ് ഇങ്ങനെ വരുന്നു. സി ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു, അതിനുശേഷം ഇവിടെ വരുന്നു, പിന്നെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു, പിന്നെ മാർക്കറ്റ് സിംഗിൾ ലെഗിൽ ഇവിടെ വരുന്നു. സോ ഈ ഒരു മൂവ്മെന്റ് എന്ന് പറയുന്നത് ഈ പുൾ ബാക്ക് സ്വീപ്പിംഗ് മാത്രമുള്ള അതിൻ്റെ അൾട്ടിമേറ്റ് പർപ്പസ് എന്ന് പറയുന്നത് അത് നമ്മൾ മറക്കാൻ പാടില്ല. സോ മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ പുൾ ബാക്കിൻ്റെ കാര്യത്തെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഇതായിരുന്നു ഡയറക്ഷൻ. അപ്പോൾ ഇങ്ങനെ വന്നു കഴിയുമ്പോഴത്തേനും കണ്ടിന്യൂസ് ഇത് നടക്കുന്നത്. അപ്പോൾ ഈ ഒരു മൂവ്മെന്റിൽ ഈ പുൾ ബാക്ക് മിറ്റിഗേഷൻ നടന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് വിൽ താഴേക്ക് ലോവർ ട്രേഡ് ചെയ്ത് പോകുന്നതിന് മുന്നേ തന്നെ മാർക്കറ്റ് വിൽ കം ബാക്ക് 50% ഓഫ് ദ ഏരിയ അല്ലേ. സോ നമ്മളിവിടെ ഫിബിട്ട് നോക്കുന്നു. ഇവിടുന്ന് ഏറ്റവും ബോട്ടം വന്നിരിക്കുന്ന ലൈൻ ഇതാണ് നോക്കുന്നു. സോ ഇതായിരുന്നു നമ്മുടെ ബോട്ടം വന്നിരിക്കുന്നത്. സോ ആ ബോട്ടം ലൈനിൻ്റെ 50% തൊട്ട് താഴെ നമ്മൾ ഞാൻ ഇടയ്ക്ക് പറയാറില്ലേ, അതായത് നമ്മളും പുൾ ബാക്ക് ലൈനിന് മുകളിലാണ് നമ്മൾ ടാർഗറ്റ് വെക്കുന്നതെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെ നമ്മൾ വെക്കുള്ളൂ. ബിക്കോസ് ഫസ്റ്റ് മോമെൻറ്റിന് തന്നെ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് അൾട്ടിമേറ്റ് ഐഡിയ. സോ 50% ബിലോ ഐ ക്യാപ്റ്റ് ടാർഗറ്റ്. സോ ടാർഗറ്റ് ഈസ് വെരി ബിഗ്. അപ്പോൾ ഇവിടെ എന്താണ് സംഭവം, ഇപ്പം നമ്മളുടെ ടാർഗറ്റ് ലൈൻ ഈ റെഡ് ആണ്, അത് 50% ഓഫ് ഇതാണല്ലോ, അത് കിട്ടി. അപ്പം ടാർഗറ്റിൻ്റെ ലോജിക്ക് മനസ്സിലായല്ലോ എന്താണ് വെച്ചിരിക്കുന്നത് എന്നുള്ളത്. ബിക്കോസ് 50% ഇറ്റ് വിൽ കം ബാക്ക്. ദാറ്റ് ഇസ് ദി സ്ട്രക്ചർ ഓഫ് ദ മാർക്കറ്റ് അല്ലേ, സിമ്പിൾ. നൗ ലെറ്റ്സ് കം ബാക്ക് ടു 3 minute. സോ എൻട്രി ഏരിയയിലേക്ക് നമ്മൾ വരുവാണ്. അപ്പം എൻട്രി ഏരിയയിലേക്ക് വന്നു കഴിയുമ്പോഴത്തേന് സോ ഇപ്പോഴും റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ആയിട്ടില്ല. നമുക്ക് നോക്കാം എവിടെ വരാൻ പോകുന്നു, ഇല്ലെങ്കിൽ കുറച്ച് കട്ട് ചെയ്താൽ. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്നു. അപ്പം മാർക്കറ്റ് ഈ ഏരിയയിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ എൻട്രി എടുത്തു. ഈ ഒരു ലൈൻ ഈ ക്യാൻഡിലിൽ ഇത് ടച്ച് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇവിടെ എൻട്രി എടുത്തു. ഈ ഒരു ഇതിൽ എൻട്രി എടുത്തായിരുന്നു. എന്നിട്ട് ഞാനത് ഫെയിലായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ലോസ് വന്നു. അതിനുശേഷം മാർക്കറ്റ് മുകളിൽ പോയി പ്രോഫിറ്റ് കാണിച്ചു. അപ്പോൾ നമ്മൾ നോക്കുന്നത് എന്താണ്, നമ്മളുടെ ടാർഗറ്റ് ലൈൻ ഇതാണ്. സോ ഇതിനൊരു 70% വരട്ടെ. ബിക്കോസ് ഇവിടെ ഇത്ര ഭാഗം ഇല്ലെന്ന് വിചാരിക്കുക. സോ ഇവിടെ എന്താണ് നമ്മൾ കാണുന്നത്, ഇതെല്ലാം ലിക്വിഡിറ്റി പോയിന്റ്സ് ആണ്. ലോട്ട് ഓഫ് ഓർഡേഴ്സ് ആർ ദെയർ. ഈ ഒരു ഫോള് കാണുമ്പോഴത്തേനും ഇവിടുത്തെ ഒരു ഫോള് കാണുമ്പോഴത്തേനും ഈ ഫോളിൽ ഇഷ്ടം പോലെ ഓർഡേഴ്സ് ഇവിടെ നാച്ചുറലി പ്ലേസ് ചെയ്യപ്പെട്ടിരിക്കും. കാരണം ട്രെയിൽ ചെയ്ത് താഴോട്ട് പോകാൻ വേണ്ടിയിട്ട് ബിഗ് ഫോളിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒത്തിരിയധികം ആൾക്കാരുണ്ട്. അപ്പോൾ അവരെല്ലാം പ്ലേസ് ചെയ്യപ്പെടുന്ന ഏരിയകളിലാണിത്. സോ ഇറ്റ് വിൽ ബി ടേക്കൻ ഫോർ 100% ഷുവർ ഇറ്റ് വിൽ ബി ടേക്കൻ. ഇതാണ് മാർക്കറ്റിൻ്റെ അടിസ്ഥാന ഘടകം. നമ്മൾ മറന്നു പോകരുത്. ദിസ് ഈസ് കോൾഡ് എഞ്ചിനീയർഡ് ലിക്വിഡിറ്റി. ഐ വിൽ എക്സ്പ്ലെയിൻ യു ദ കൺസെപ്റ്റ് ലേറ്റർ. ഓക്കെ. സോ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേന് അതിനുശേഷം നമ്മളെ സംബന്ധിച്ച് മാർക്കറ്റ് വിൽ ഹാവ് ടു കം ബാക്ക് 50% ആൻഡ് മിറ്റിഗേറ്റ് ഫിനിഷ്. സോ ഈവൻ ഇഫ് ഇറ്റ് ഈസ് കമ്മിങ് 80% വി വിൽ എക്സിറ്റ് ദ ടാർഗറ്റ്. നമ്മൾ ഇനിഷ്യലി കണ്ടുപിടിക്കുന്നതേ ഉള്ളൂ. സോ ഹൗ മെനി പോയിന്റ്സ് വേർ ദെയർ ഹിയർ? ഇവിടുന്ന് നമ്മൾ ഇവിടം വരെ എത്ര പോയിന്റ് ഉണ്ട്? 236 പോയിന്റ് ഉണ്ട്.
പോട്ടെ, നമുക്കൊരു 150 പോയിന്റ് 200 പോയിന്റ് വരുമ്പോൾ നമുക്ക് എക്സിറ്റ് ചെയ്യാം. ദിസ് ഇസ് എ ബിഗ് ട്രേഡ്. അപ്പം നമ്മുടെ പ്രതീക്ഷ അതാണ്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ മാർക്കറ്റിൻ്റെ ആക്ടിവിറ്റി നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുക. സോ ഇനി രണ്ടാമത്തെ കൺഫർമേഷൻ, അതാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത്. സോ മാർക്കറ്റ് ഇന്ന് ഇവിടെ നാസ്ഡാക്ക് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇറ്റ് സ്റ്റാർട്ടഡ് ഷോയിങ് മൊമെൻറ്റം. നമ്മളുടെ ലൈനെ വന്ന് ടാപ്പ് ചെയ്തു. സോ മൊമെൻറ്റം ടാപ്പ് ചെയ്യുമ്പോഴത്തേന് ഇവിടെ വരെയല്ല ഉണ്ടായിരുന്നുള്ളൂ, മാർക്കറ്റ് ഇവിടം വരെ ഉണ്ടായിരുന്നുള്ളൂ. സോ ഈ ഇവിടം തൊട്ട് ഇവിടം വരെ ഇങ്ങനെ നോക്കി, ഒട്ടും വോളിയം ഇല്ല. ഇവിടെ താഴെ നോക്കി, വോളിയം തീരെ കുറവ് അല്ലേ, ബിക്കോസ് അത് ഡേ ടൈമിൽ അവിടുത്തെ നൈറ്റ് ടൈമിലത്തെ ട്രേഡിങ്ങിൻ്റെ അവിടെ, അതുകൊണ്ടാണ് വോളിയം കുറവ്. പക്ഷേ കമ്പാരിറ്റീവ്ലി ഇവിടെ വരുമ്പോഴത്തേന് എന്താണ്, ഇവിടെയും വോളിയം ഭയങ്കര കുറവാണ്. സോ കുറച്ച് എക്സെപ്ഷണൽ ക്യാൻഡിൽസ് മാത്രമേ ഉള്ളൂ. വേറെ മാർക്കറ്റ് നമ്മളുടെ ഈ ലൈനിൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇമ്മീഡിയറ്റ്ലി ഹ്യൂജ് വോളിയം സ്പൈക്കിംഗ് നടക്കുന്നുണ്ട് ഇവിടെ. കണ്ടോ, 10,000 ഉണ്ടോ, 16,000 ക്വാണ്ടിറ്റി ഇവിടെ ഉണ്ട്. അതിനിപ്പുറം 10,000, 8,000 അങ്ങനെ ഉണ്ട്. അപ്പോൾ ഓപ്പണിംഗ് ക്യാൻഡിൽ വോളിയം ഈസ് ഹെവിലി ആളുണ്ട് അല്ലേ, എക്സെപ്ഷണൽ വോളിയമാണ്. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേനും നോക്കി, ഇവിടെ വരുമ്പോഴത്തേനും എത്രയുണ്ട്, 1,700 ഒക്കെ ഉള്ളൂ ഇവിടുത്തെ വോളിയം. ഉണ്ടോ, ഇവിടെ നോക്കി 913 അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എക്സെപ്ഷണൽ വോളിയം. സോ നമ്മളുടെ വോളിയം തിയറി പ്രകാരം നമ്മുടെ ചാനലിൽ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, വോളിയം സ്ക്രീനിങ് എവിടെ കിടക്കുന്നത്, ഇവിടെ കിടപ്പുണ്ട്, ഇവിടെ എവിടെയോ കിടപ്പുണ്ട്. ഓക്കെ, ഇഷ്ടംപോലെ വോളിയം ഇതല്ല ഇൻക്രീസ് ദ ക്ലാരിറ്റി ഓഫ് ട്രേഡ് ലോജിക് വിത്ത് വോളിയം ലോജിക് എന്നും പറഞ്ഞിട്ട് കിടപ്പുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന കൺസെപ്റ്റ് എന്താണ്, ഓൺ എ ഡൗൺ ട്രെൻഡ് ഇഫ് വോളിയം അഡീഷൻ ഇസ് എ സൈൻ ഓഫ് ബൈയിങ് എന്ന് നമുക്ക് പറയാം അല്ലേ. സോ സൈൻ ഓഫ് ബൈയിങ് എന്ന് പറയുമ്പോഴത്തേനും നമ്മളിവിടെ പുൾ ബാക്ക് ഏരിയയിൽ പ്രൈസ് മിറ്റിഗേഷൻ വന്നു, പ്രൈസ് മിറ്റിഗേറ്റ് ചെയ്തു. ഈവൻ അതിന് മുന്നേ തന്നെ ഞാൻ കയറി എൻട്രി എടുക്കുകയും ചെയ്തു. സോ ഞാനിവിടെ നോക്കിക്കൊണ്ടിരുന്നത് ലിറ്റിൽ സോങ് ഔട്ട് ഇവിടെ പ്ലേ ഔട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നോക്കുന്നത്. എ ലോ ഇസ് ക്രിയേറ്റഡ്, ഹൈ ഇസ് ക്രിയേറ്റഡ്, ലോ ഇസ് ടേക്കൺ, ഹൈ ഇസ് ടേക്കൺ, പ്രൈസ് കം ടു മിറ്റിഗേറ്റ് ബട്ട് ദ മിറ്റിഗേഷൻ ഫെയിൽഡ് അല്ലേ, ബിക്കോസ് ആ പ്രൈസിന് താഴെ പോയി. സോ നമ്മുടെ സോങ് വീണ്ടും അഗൈൻ വി വിൽ ട്രൈ ടു പ്ലേ. അപ്പം ഇങ്ങനെയാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. സോ ഇവിടെ നോക്കുമ്പോൾ എന്താണ് സംഭവിച്ചത്, ഇതൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫണ്ടിങ് ആണ്. ഇതൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്പോൺസർഷിപ്പാണ് ഈ സംഭവം. ബിക്കോസ് ഇറ്റ്സ് എന്താണ് IFC ക്യാൻഡിലാണ്. അപ്പോൾ ഈ IFC ക്യാൻഡിൽ നമ്മുടെ കൺസെപ്റ്റ് പ്രകാരം സി ഹൗ ഇറ്റ് ഈസ് ക്ലോസ്ഡ്, ക്ലിയർ ഫോർമേഷൻ ഓഫ് സപ്പോർട്ട്, കൺഫർമേഷൻ, വോളിയം. അപ്പം നമ്മൾ നോക്കുന്നത് ഓൺ എ ഡിക്രീസിങ് ഡൗൺ ട്രെൻഡ് അല്ലേ, ഇവിടെ നിന്ന് മുകളിൽ നമ്മൾ നോക്കുമ്പോൾ എന്താണ് ഡൗൺ ട്രെൻഡ്, ഹ്യൂജ് അഡീഷൻ ഓഫ് വോളിയം ഈസ് എ സൈൻ ഓഫ് ബൈയിങ്. സോ അൾട്ടിമേറ്റ് ഡയറക്ഷൻ ഓഫ് ദ മാർക്കറ്റ് എന്താണ്, ബൈയിങ്. ആൻഡ് വേർ ഇസ് ദ മാർക്കറ്റ്, മാർക്കറ്റ് ഈസ് ഇൻ ദ പുൾ ബാക്ക് ലൈൻ അല്ലേ, ഒരു മേജർ പുൾ ബാക്ക് ഏരിയയിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. സോ അതിന് എൻട്രി മാർക്ക് ചെയ്ത ക്യാൻഡിൽ ഈ ഗ്രീൻ ക്യാൻഡിൽ ഇല്ലേ, ഇത് താഴോട്ട് വന്നപ്പം റെഡ് ക്യാൻഡിലായിരുന്നു. അപ്പോൾ അതിലാണ് നമ്മൾ എൻട്രി എടുക്കുന്നത്. എൻട്രി എടുത്തതിന് ശേഷം യു സീ ഹിയർ, വാട്ട് ആർ യു സീയിങ് ഹിയർ, ഓക്കെ, ഇത് എൻട്രി ക്യാൻഡിൽ. സോ ഞാൻ ഇത് എൻട്രി ഡിലീറ്റ് ചെയ്യുന്നത്, എൻട്രി ക്യാൻഡിൽ അറിയാമല്ലോ. അപ്പം ഇവിടെ നമ്മൾ എന്താണ് കാണുന്നത്, എ ലോ ഈസ് ക്രിയേറ്റഡ്, എ ഹൈ ഈസ് ക്രിയേറ്റഡ്, ലോ ഈസ് ടേക്കൻ, ലോ ഈസ് നോട്ട് ടേക്കൻ അല്ലേ. ഇവിടെ ലോ നമ്മൾ നോക്കുമ്പോൾ ലോ ഈസ് നോട്ട് ടേക്കൻ. പക്ഷേ ഇവിടെ വേറൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്, അതാണ് ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം ഈ ഒരു ആക്ടിവിറ്റി ഇവിടെ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാനിവിടെ ക്ലിയർ ആയിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക എന്താണ് ഇവിടെ സംഭവിക്കുന്നത്. ബിക്കോസ് ഐ വാണ്ട് യു ടു തിങ്ക് ഇൻ ദ സെയിം വേ വാട്ട് ഐ ആം തിങ്കിങ്. എന്നാലല്ലേ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ എന്താണ് ചിന്തിക്കുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാലല്ലേ നിങ്ങൾക്ക് അതേ ലൈനിൽ ചിന്തിച്ച് നമുക്ക് എൻട്രി കിട്ടുള്ളൂ. ഇഫ് യു ആർ ഗെറ്റിംഗ് എൻട്രി ഐ എം വെരി ഹാപ്പി. ഓക്കെ, അപ്പോൾ ഈ ലോജിക്കാണ് ഞാൻ ഈ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. സോ വാട്ട് ഇസ് ലോ ഇസ് ക്രിയേറ്റഡ്, ഹൈ ഇസ് ഇതിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് വാച്ച് ഓൾ ദ വീഡിയോസ് അറ്റ്ലീസ്റ്റ് വൺസ് പ്ലീസ്, ഐ ആം ടെലിങ് യു. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് ഏകദേശം പിടിയിട്ടുള്ളൂ. ഇത് എന്താണെങ്കിലും യൂട്യൂബിൽ നിങ്ങൾ ഇച്ചിരി സമയം പോകുന്നേ ഉള്ളൂ, കണ്ട് മുഴുവൻ വീഡിയോസും കംപ്ലീറ്റ് ചെയ്യുക. അങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ഇനിയും കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇതെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേനും ബ്യൂട്ടിഫുൾ കൺസെപ്റ്റുകൾ ഇഷ്ടം പോലെയുണ്ട്. സെയിം തിങ്, ഞാൻ നിങ്ങളുടെ ഫോക്കസിൽ നിന്ന് ഡീവിയേഷൻ ആയിട്ട് ഒരു സാധനം കൊണ്ടിരുന്നില്ല. വാട്ട് ഐ ആം ട്രൈങ് ടു എക്സ്പ്ലെയിൻ യു ഫ്രം ദ ബിഗിനിങ് ടിൽ നൗ we will keep on adding some new points. അത്ര മാത്രമേ ഉള്ളൂ. ന്യൂ പോയിന്റ്സ് മീൻസ് സം അഡീഷണൽ കോൺഫ്ലുവൻസസ് ഓർ കൺഫർമേഷൻസ്. അപ്പം നമ്മളുടെ മാർക്കറ്റ് അങ്ങ് കയറി പോകുന്നുണ്ട്. ഓക്കെ, ഇവിടം വരെ എത്തി. അപ്പം ഇവിടെ നോക്കിയിട്ട് എ ലോ ഇസ് ക്രിയേറ്റഡ് ആൻഡ് ഹൈ ഇസ് ക്രിയേറ്റഡ് ആൻഡ് ലോ ഇസ് ടേക്കൻ ആൻഡ് ദ ഹൈ ഇസ് ലോ ഇസ് നോട്ട് ടേക്കൻ, ഹൈ ഇസ് ടേക്കൻ. അഗൈൻ ഹൈ ഇസ് ക്രിയേറ്റഡ് എന്ന് പറയുമ്പോൾ ഇത് അഗൈൻ ഹൈ ആയിപ്പോയി. ബിക്കോസ് ലോ ടേക്ക് ചെയ്യാൻ വരുന്നില്ല, അതുകൊണ്ട് സിംഗിൾ ലെഗിൽ ഈ ഹൈ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുള്ളൂ. അപ്പോൾ ഇവിടെ ലോ എടുക്കാൻ വേണ്ടി വരുന്നില്ല. സോ ഇവിടെ വെച്ചിട്ട് ലോ ഇസ് ക്രിയേറ്റഡ്, ഹൈ ഇസ് ക്രിയേറ്റഡ്. ഓക്കെ, നൗ യു ക്ലബ് സംതിങ് എൽസ്. ഹൈ ഇസ് ക്രിയേറ്റഡ് ആൻഡ് ദ സെയിം ക്യാൻഡിൽ വാട്ട് ഈസ് ക്രിയേറ്റഡ്, ഈ ക്യാൻഡിൽ എ പുൾ ബാക്ക് ഈസ് ക്രിയേറ്റഡ്. സോ പുൾ ബാക്ക് ക്രിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കണം. സോ ദിസ് ലൈൻ ഈസ് എ പുൾ ബാക്ക് ക്രിയേഷൻ. സോ ഇനി മാർക്കറ്റ് വരുമ്പോഴത്തേനും നമ്മളിവിടെ സ്റ്റോപ്പ് ലോസ് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഏരിയ ഇതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ വന്ന് കഴിയുമ്പോഴത്തേനും എന്താണ് സംഭവിക്കുന്നത്, ഇവിടെ വന്ന് കഴിയുമ്പോഴത്തേനും മാർക്കറ്റ് ഈ പുൾ ബാക്ക് സ്വീപ്പ് ചെയ്തിട്ട് ഇമ്മീഡിയറ്റ്ലി മുകളിലേക്ക് പോകും. ദാറ്റ് ഈസ് എ മൊമെന്റം.
സി ഓൾറെഡി നമുക്ക് ഇവിടെ ഒരു പുൾ ബാക്ക് ഉണ്ട്, ഇറ്റ് ഈസ് സ്വീപ്പിംഗ് അല്ലേ, then severe price manipulation is happening here. Then what is happening? A pullback is created within the pullback and it is an additional confluence. മനസ്സിലായോ? സോ നമ്മളപ്പോൾ അവിടുത്തെ ഏരിയ എന്ന് പറയുന്നത്, സി യു ആർ അണ്ടർസ്റ്റാൻഡിങ് ക്യാൻഡിൽസ്റ്റിക് വൈസ് സ്ട്രക്ചർ. മനസ്സിലായോ? അപ്പം നമ്മൾ എന്തെല്ലാമാണ് ഇതിനകത്ത് കാണുന്നത്? ബിക്കോസ് സംതിങ്, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ ഇറ്റ്സ് കണക്ടിങ് വിത്ത് ദ ലോജിക്. സി നമ്മൾ ഒരു സംഭവം പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ മെത്തോഡിക്കലി, സിസ്റ്റമാറ്റിക്കലി ആൻഡ് ഓൺ എ കളക്റ്റീവ് കോൺഷ്യസ്നെസ്, ഓക്കെ, നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓരോ സംഭവങ്ങളും ഈ കളക്റ്റീവായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം കമ്മിങ് ഇൻ ലൈൻ വിത്ത് ദ സെയിം തോട്ട് പ്രോസസ് എന്ന് നമ്മൾ കൂടുക. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ വന്ന് കഴിയുമ്പോഴത്തേനും ഇവിടുത്തെ ഈ ആക്ടിവിറ്റിയുടെ ക്യാൻഡിൽസ്റ്റിക്സിന്റെ സ്ട്രക്ചർ എന്താണെന്നാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. യു ആർ റീഡിങ് ദ മാർക്കറ്റ് ഇൻ സച്ച് എ വേ വിത്ത് എ പ്രിസിഷൻ, എന്താ പറയുന്നത്, വിത്ത് എ പ്രിസിഷൻ ടെക്നിക്ക് ടു അണ്ടർസ്റ്റാൻഡ് ദ മാർക്കറ്റ്. അപ്പം എന്തൊക്കെയാണ് നമ്മൾ നോക്കുന്നത് ഓൺ എ ഗ്ലോബൽ, ഓൺ എ മാക്രോ ലെവൽ യു വിൽ അണ്ടർസ്റ്റാൻഡ് വിത്ത് 4 hour ടൈം ഫ്രെയിം വാട്ട് ഈസ് ദ മാർക്കറ്റ് ഈസ് ഡൂയിങ് ആൻഡ് വേർ ഈസ് ദ മാർക്കറ്റിന്റെ സ്ട്രക്ചറിന്റെ പ്ലേസ്മെന്റ് എവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നത് ആൻഡ് വാട്ട് എക്സാക്ട്ലി ഈസ് മാർക്കറ്റ് ഈസ് ഡൂയിങ്. ഇവിടെ എന്താണ് നമ്മളിവിടെ കണ്ടത്? പുൾ ബാക്ക് സ്വീപ്പിംഗ് വരുമ്പോഴത്തേനും ഇറ്റ് ഇസ് എ ടൈപ്പ് ഓഫ് ലിക്വിഡിറ്റി ഇഞ്ചക്ഷൻ ഇൻ ടു ദ മാർക്കറ്റ് ആൻഡ് വിത്തിൻ ദ ലിക്വിഡിറ്റി ഇഞ്ചക്ഷൻ മാർക്കറ്റ് ഈസ് ക്രിയേറ്റിംഗ് എ ടൈപ്പ് ഓഫ് price manipulation, and within the price manipulation what are you seeing here? You are seeing here a pullback candle is being created and possibly this pullback also will be taken by the market on a subsequent move, but market did not take it. മനസ്സിലായോ? സോ ഇങ്ങനെയാണ് നമ്മൾ മാർക്കറ്റിന്റെ ഘടനയെ പറ്റി മനസ്സിലാക്കുന്നത്. ദിസ് ഈസ് എക്സാക്ട്ലി യു ഹാവ് ആൻ ലോജിക്കൽ എക്സ്പ്ലനേഷൻ. നമ്മൾ ഇതാണ് മണ്ടത്തരം പറയല്ലോ, ഒരു ക്യാൻഡിൽ റെഡ് ക്യാൻഡിൽ കാണുമ്പോൾ അത് സെല്ലിംഗ് ക്യാൻഡിൽ, ഗ്രീൻ ക്യാൻഡിൽ കാണുമ്പോൾ അത് ബൈയിങ് ക്യാൻഡിൽ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മണ്ടത്തരമല്ല നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യു ആർ എക്സ്പീരിയൻസിങ്, വാട്ട് ആർ യു എക്സ്പീരിയൻസിങ്? യു ആർ എക്സ്പീരിയൻസിങ് യു ഇന്റർപ്രറ്റിംഗ് ദ മാർക്കറ്റ് സ്ട്രക്ചർ ഇൻ സച്ച് എ വേ ദാറ്റ്, അങ്ങനെ നമ്മൾ നോക്കുമ്പം ആ മാർക്കറ്റിന്റെ ഇന്റർപ്രിട്ടേഷൻ ഈസ് ഇൻ ലൈൻ വിത്ത് ദ മാർക്കറ്റ് മൂവ്മെന്റ്. അതാണ് സംഭവം. So you are predicting the market. ഈ മാർക്കറ്റ് ഇങ്ങോട്ട് പോകുന്നതിന് മുന്നേ തന്നെ you are predicting it here. That is more important. So you get the entry before anyone gets the entry. Maybe it will be wrong. That's not a problem. But you get the entry or not. That is the thing. So where is the market? We are at profit now. എന്നിട്ട് എന്താ മാർക്കറ്റ് ഇവിടെ ചെയ്യുന്നത്? സോ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും മാർക്കറ്റ് എന്താണ്? കംപ്ലീറ്റ് സൈഡ് വേസ് ആയിപ്പോയി. സോ ലെറ്റ് ഇറ്റ് ബി, നോ പ്രോബ്ലം. സോ ഇവിടെ എന്താണ് ഇങ്ങനെ സൈഡ് വേസ് ആകാൻ കാരണം എന്താണ്? ബിക്കോസ് ഇവിടെ സൈഡ് വേസ് ആകാൻ കാരണം ഈ പുൾ ബാക്ക് ലൈൻ എന്ന് പറയുന്നത്, ഈ പുൾ ബാക്ക് ലൈൻ, ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്, ദിസ് ഈസ് കോൾഡ് എഞ്ചിനീയർഡ് ലിക്വിഡിറ്റി. സോ ഈ കൺസെപ്റ്റ് പിന്നീട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. എഞ്ചിനീയർഡ് ലിക്വിഡിറ്റി ഇസ് നത്തിങ് ബട്ട് എ കൺസോളിഡേഷൻ ഫേസിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു എഞ്ചിനീയർഡ് ലിക്വിഡിറ്റി. ബിക്കോസ് എഞ്ചിനീയർഡ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്പോൺസർഷിപ്പ്. യു അണ്ടർസ്റ്റാൻഡ്? സോ ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്പോൺസർഷിപ്പ്, എഞ്ചിനീയർഡ് ലിക്വിഡിറ്റി will be created and price, with the help of price manipulation, this engineered liquidity will, and a market will be flying both the sides. അപ്പോൾ നമ്മൾ ഈ ഫ്ലൈ എങ്ങോട്ടാണെന്നുള്ളത് അറിയത്തില്ല. സോ വി വിൽ കീപ് അവർ ലിറ്റിൽ സ്റ്റോപ്പ് ലോസ് ഹിയർ അറൌണ്ട് ദിസ് ഏരിയ ആൻഡ് വി വിൽ വെയിറ്റ്. മനസ്സിലായോ? അപ്പം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഡയറക്ഷൻ കറക്റ്റ് ആണെങ്കിൽ ഇറ്റ് വിൽ ഹീറ്റ് ദ ടാർഗറ്റ് ടുഡേ നൈറ്റ്. ഇനി ഒരു അരമണിക്കൂറും കൂടെ ഉള്ളൂ. മേ ബി ഇറ്റ് വിൽ ഫ്ലൈ, അറിയത്തില്ല. എനിവേ ഇത് നമുക്ക് ടാർഗറ്റ് ഹിറ്റ് ചെയ്തെങ്കിൽ എൻഡ് ഓഫ് ദ വീഡിയോ യു ക്യാൻ സീ ദിസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ലോജിക്ക് ക്ലിയർ എക്സ്പ്ലനേഷൻ ആയിരുന്നു. ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ബിക്കോസ് കോൺഫ്ലുവൻസസ് എന്ന് പറയുമ്പം യു ഷുഡ് നോട്ട് തിങ്ക് ദാറ്റ് യു നീഡ് 100 കോൺഫ്ലുവൻസസ് ഓൺ എ ട്രേഡ് സെറ്റപ്പ്. ഇറ്റ് ഷുഡ് നോട്ട് ബി ദ കേസ്. അനാലൈസിസ്, പാരലൈസിസ് വരാൻ പാടില്ല. യു അനാലൈസിസ്, പാരലൈസിസ്, മനസ്സിലായി? അനലൈസ് ചെയ്ത് പാരലൈസ് ആയി പോരുത്. സോ വാട്ട് യു ഹാവ് ടു ഡു, യു ഹാവ് ടു ഗെറ്റ് 3 or 4 confluences, but it should be a momentum confluences. That is more important. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കുന്നത്. വാട്ട് ആർ ദ മൊമെന്റം? സോ ഏറ്റവും കൂടുതൽ നമുക്ക് മാർക്കറ്റിൽ കണ്ടുപിടിക്കുന്ന ഏരിയയിൽ ഏറ്റവും കൂടുതൽ ഏതെല്ലാം കാര്യങ്ങളാണ് നമുക്ക് വരുന്നത്? നമുക്ക് വന്നുകൊണ്ടിരിക്കുന്ന മൊമെന്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് വിൽ കം ബാക്ക് 50% ഈ പുൾ ബാക്കിൻ്റെ സ്വീപ്പിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നത്. അതുപോലെ തന്നെ പ്രീവിയസ് സ്ട്രക്ചറിൻ്റെ ഇത് ലിക്വിഡിറ്റിക്ക് വേണ്ടിയിട്ട് അവിടെ മാർക്കറ്റ് ടാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇനിയും കുറേ മൈക്രോ ഡീറ്റെയിലിംഗ് സ്ട്രക്ചറിലേക്ക് നമുക്ക് കടക്കാനുണ്ട്. ബിഫോർ ദാറ്റ് ഐ എം റിക്വസ്റ്റിംഗ് യു വാച്ച് ഓൾ ദ വീഡിയോസ് 1 time, 2 time, 3 time, 4 time, അങ്ങനെ ഒരു 4-5 പ്രാവശ്യം നിങ്ങൾ എല്ലാ വീഡിയോയും 100 വീഡിയോയും കാണുക. ടൈം എടുത്ത് വീണ്ടും കാണുക. ബിക്കോസ് വൺസ് യു വാച്ച് ദാറ്റ്
എങ്കിൽ മാത്രമേ ഞാൻ പറയുന്ന കൺസെപ്റ്റ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ പറയുന്ന അതേ ക്ലാരിറ്റിയിൽ കിട്ടത്തുള്ളൂ. അതർവൈസ് യു വിൽ നോട്ട് ഗെറ്റ് ഇറ്റ്. എനിവേ നമ്മൾ ഇത്രയും ലെസൺസ് നമ്മൾ മുന്നോട്ട് പോയി. അപ്പോൾ ഇത് വെച്ചിട്ട് നിങ്ങൾ ഓരോരുത്തരും നല്ലപോലെ പഠിക്കുക. ഈ സംഭവങ്ങൾ ഇങ്ങനെ കണ്ട് പഠിച്ച് കഴിയുമ്പോഴത്തേനും യു ക്യാൻ ബി എ പ്രൊഫഷണൽ ട്രേഡർ. ആൻഡ് സംടൈംസ് യു ഡോണ്ട് നോ വാട്ട് ഈസ് എന്താണ് നിങ്ങളുടെ ഫ്യൂച്ചർ എന്ന് നിങ്ങൾക്ക് പോലും അറിയാൻ പറ്റത്തില്ല. അതുപോലത്തെ ഓപ്പർച്യൂണിറ്റീസ് മാർക്കറ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതാണ് അതിനകത്തെ കാര്യം. സോ ദ പ്രോസസ് ഓഫ് മേക്കിംഗ് ഹണി, യുവർ പ്രോസസ് ഓഫ് മേക്കിംഗ് ഹണി, ബിക്കോസ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹാർഡ് വർക്ക് എത്രമാത്രം ഉണ്ടോ അതാണ് മാർക്കറ്റിൽ റിഫ്ലക്ട് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ എൻട്രി ടെക്നിക്കിൽ നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ പറ്റുന്ന സെനാരിയോ എന്ന് പറയുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ലൈവ് മാർക്കറ്റ്, പോസ്റ്റ് മാർക്കറ്റ്, ഇതിനകത്ത് കൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിങ്, മാർക്കറ്റിന്റെ ഘടന എങ്ങനെയാണ് വരുന്നത്, അതിന്റെ ലിക്വിഡിറ്റി സ്വീപ്പ് എങ്ങനെയാണ് വരുന്നത്, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണം. എന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്, അപ്പോൾ കാണിച്ച് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ടാർഗറ്റ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ബിഗ് ടാർഗറ്റിലേക്ക് പോകാൻ പറ്റും. സോ നമ്മൾ ടാർഗറ്റ് മാർക്ക് ചെയ്യുന്നതേ ഉള്ളൂ. ഇറ്റ് ഈസ് നമ്മുടെ വിഷയമാണ്. മേ ബി ഇതിവിടെ വന്നു കഴിയുമ്പോഴത്തേനും മാർക്കറ്റ് ഇവിടെ പുൾ ബാക്ക് ക്രിയേറ്റ് ചെയ്തല്ല കയറി പോകുന്നതെങ്കിൽ, പുൾ ബാക്ക് ക്രിയേറ്റ് ചെയ്തിട്ടാണ് കയറി പോകുന്നതെങ്കിൽ നമുക്ക് ഇടയ്ക്ക് വെച്ച് എക്സിറ്റ് ചെയ്യാം, എൻട്രി ചെയ്യാം, റീ എൻട്രി ചെയ്യാം, അങ്ങനെയെല്ലാം പല പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പം വി വിൽ പ്ലേ വിത്ത് സീറോ മണി. അതാണ് ഇന്നത്തെ കാര്യം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. നല്ലപോലെ എല്ലാവരുടെയും കമൻസുകളൊക്കെ ഒത്തിരി സന്തോഷം തരുന്നുണ്ട്. ഇനിയും കമൻസുകൾ എല്ലാവരും എഴുതുക. താങ്ക് യു വെരി മച്ച് ആൻഡ് സീ യു ഇൻ അനദർ വീഡിയോ.